അതെയോ വിനയ, നിങ്ങൾ ക്ഷമിക്കുക, അവന്റെ അറിവില്ലായ്മയാണ്. ഇനി വിനയൻ മോഷ്ടിക്കില്ല, തീർച്ച. അവനോട് ക്ഷമിക്കുക, പാവമാണ് വിനയൻ. അതെ അതെ, ഒരു തെറ്റും ചെയ്യാത്ത നമ്മളെക്കാൾ ഗുരുവിന് ഇഷ്ടം ആ ചീത്തയായ വിനയനെയാണ്. കൂടി ചീത്തയാക്കാതെ ഈ ഗുരുകുലം കാരണമാകും. നമുക്ക് ഈ ആശ്രമം വിട്ട് വേറെ നല്ലൊരു ഗുരുവിനെ കണ്ടെത്തി വിദ്യാഭ്യാസം തുടരുന്നതാണ് ഉചിതം. അതെ അതെ, നാളെ തന്നെ ഗുരുവിനെ കാര്യമുണ്ട്. കാര്യമൊക്കെ ശരി തന്നെ ശിഷ്യരെ, തെറ്റും ശരിയും തിരിച്ചറിയാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ആ സാധുവിനെ നോക്കൂ, ഇപ്പോഴും അരുതാത്തത് വേർതിരിച്ചറിയാൻ അവനായിട്ടില്ല. അതാണ് നിങ്ങളെക്കാളേറെ എപ്പോഴും ഞാൻ അവനെ ശ്രദ്ധിക്കുന്നത്. അവൻ ചീത്തയും നന്മയും തിരിച്ചറിയുന്ന കാലം വരെ എനിക്ക് വിനയൻ്റെ ഒപ്പം നിന്നേ പറ്റൂ. ഞാനല്ലെങ്കിൽ മറ്റൊരു ഗുരുവിൻ്റെ കൂടെ ചേർന്നാലും നിങ്ങൾക്ക് വിജയമേ ഉണ്ടാകൂ, തീർച്ച. പക്ഷേ ഈ സാധുവിനെ ഇനി മറ്റൊരു ഗുരുവും സ്വീകരിക്കണമെന്നില്ല. അതിനാൽ അവന് ജീവിതത്തിലെ കുണ്ടും കുഴിയും മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ ശ്രദ്ധിച്ചേ പറ്റൂ ശിഷ്യരെ. അതിനാൽ നിങ്ങൾക്ക് വിട ചൊല്ലണമെങ്കിൽ ആവാം, പക്ഷേ ഈ പാവത്തിന് ഞാൻ വിട്ടുതരില്ല. ഗുരു, ഞങ്ങൾക്ക് പോരായ്മ ബോധ്യമായി. അറിവില്ലാത്ത കൂട്ടുകാരനെ ഉപേക്ഷിക്കുകയല്ല, നേർവഴിക്ക് നടത്താൻ വേണ്ടത് ചെയ്യലാണ് എന്ന് മനസ്സിലായി. അടിയങ്ങളോട് പുറക്കണേ ഗുരുവര്യ. ആശ്രമം വിട്ടുപോകാൻ ഉറച്ച ശിഷ്യന്മാർ അവിടെ തന്നെ കൂടി, വിനയനെ നല്ലൊരു മനുഷ്യനാക്കുന്നത് വരെ.